പ്രിയപ്പെട്ടവരെ, ഞാൻ മന്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മന്നത്തിൻ്റെ ജീവചരിത്രം അസാധ്യമാണ് കേട്ടോ. മന്നത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും മന്നം എന്ന പ്രതിഭയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മന്നം യഥാർത്ഥത്തിൽ സമുദായാചാര്യനാകുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹത്തിനൊരു കാലമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. 11 വർഷക്കാലമാണ് അദ്ദേഹം വിവിധ പള്ളിക്കൂടങ്ങളിൽ അധ്യാപകനായിട്ടിരുന്നത്. അതിനു മുൻപ് അദ്ദേഹം കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ നല്ല ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പഠിത്തം നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. കൈയെഴുത്ത് മോശമായിരുന്നു മന്നത്തിൻ്റേത്. അങ്ങനെ കൈയെഴുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ആധാരം എഴുതുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തണ്ടപ്പേര് എഴുതുന്നൊരു പതിവുണ്ടായിരുന്നു. അതിങ്ങനെ നിരന്തരം എഴുതിയാണ് കൈയക്ഷരം തയ്യാറാക്കിയത്. ഒരു കഠിനാധ്വാനിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അങ്ങനെ അതിനുശേഷം പിന്നീട് അദ്ദേഹം പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചു, അധ്യാപകനായി. അവിടെ നിന്ന് ഹെഡ് മാസ്റ്ററുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം പിന്നീട് മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സാവുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം മികച്ച അഭിഭാഷകനായിട്ട് തീരുന്നു. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു നാടകത്തിലും അഭിനയിച്ചു. മാർത്താണ്ഡവർമ്മയുടെ സുന്ദരിയ എന്ന് പറയുന്ന വേഷമിട്ടത് ഈ പറയുന്ന നമ്മളുടെ മന്നത്ത് പത്മനാഭനാണ്. അപ്പം ആ രീതിയിലും ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നു. നായർ സമുദായത്തിലുണ്ടായിരുന്ന എല്ലാ ദുരാചാരങ്ങളോടും അദ്ദേഹത്തിന് അന്നേ തന്നെ ഒരുതരം അകലമുണ്ടായിരുന്നു. അതൊന്നും ശരിയല്ലല്ലോ എന്നതാണ്. പലപ്പോഴും ഈ സംബന്ധത്തിന് വേണ്ടി വരുന്ന നമ്പൂതിരി ലൈംഗികാവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ഒരു നായർ തറവാട് അദ്ദേഹത്തിന് സങ്കല്പിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ അദ്ദേഹം പിന്നീട് മാറ്റണമെന്ന് ആഗ്രഹിച്ചു. മരുമക്കത്തായം എന്ന് പറയുന്നത്, അതേപോലെ സംബന്ധം എന്ന് പറയുന്നത്, താലികെട്ട്, പുളികുടി, ഇങ്ങനെയുള്ള എല്ലാ നായർ സമുദായങ്ങളിലും ഉണ്ടായിരുന്ന അന്നത്തെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് പടപൊരുതുകയും ഒപ്പം ചുറ്റുപാടുമുള്ള മനുഷ്യരെ സഹജീവികളായി അദ്ദേഹം പരിഗണിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അദ്ദേഹം സവർണ ജാഥ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മുടെ മന്നത്ത് പത്മനാഭന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രേക്ഷകരുമായിട്ടത് പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് മന്നത്തിൻ്റെ 148ാമത് ജന്മദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്ന് പെരുന്നയിൽ തുടക്കമാവുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 10:15 ആ ഉദ്ഘാടന പ്രസംഗം നടത്തി. നമുക്കതിലേക്കൊക്കെ